ഇപ്പോൾ ഈ വിലക്കുറവ് എല്ലാത്തിനും വിലക്കുറവ് വന്നല്ലോ. ഞാൻ പറഞ്ഞത് ഈ 28,000 രൂപ വിലയുള്ള ഒരു 28,000 രൂപ ടാക്സ് മേടിക്കുന്ന 1 ലക്ഷം രൂപയുടെ സാധനത്തിന് 28,000 രൂപ ടാക്സ് ആണെങ്കിൽ അത് 1,18,000 ആവും. 1,28,000 നിന്ന് 1,18,000 ആവും ഇലക്ട്രോണിക് ഗുഡ്സ് എന്നിരിക്കട്ടെ. സിഗരറ്റിന് ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു കവറിന് 100 രൂപയിൽ നിന്ന് ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് 40 ആവത്തില്ല, 100 രൂപയായിട്ട് അതിന് തുടരും. പക്ഷേ ഈ 40 GST വരും, ബാക്കി തുക അവിടെ തുടരും. അത് ഏകദേശം 1 ലക്ഷം കോടിയോളം വരാം. ഈ തുക കേന്ദ്രം കൈവച്ചേക്കും. ഇപ്പോൾ അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് വില കൂട്ടുകയും വേണ്ട, കേന്ദ്രമോ സംസ്ഥാനം പ്രത്യേകമായിട്ട് ഒന്നും എടുക്കണ്ട. ഈ നഷ്ടം, ഈ വലിയ ടാക്സിൻ്റെ വെട്ടിക്കുറവ് കാരണം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2,500 കോടി സംസ്ഥാനത്തിന് മാത്രം ഉണ്ടാവും 4 ഐറ്റത്തിൽ നിന്ന്. ഈ നഷ്ടം നികത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്? ഈ വർഷം തന്നെയുള്ള 6-7 മാസമുണ്ട്, മാർച്ച് വരെ. ആ സമയത്ത് ഈ വലിയ വരുമാനം കട്ടിങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോകും. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകം. അത് തരണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനേ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം വിഷമകരമായ കാര്യമാണ്. ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത നോട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പ്രസംഗം തന്നെയാണ്, അവിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്. അക്കത്തായിട്ട് കൊടുത്തേക്കുന്ന പ്രസംഗമാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി തരും. അതാണ് ഞങ്ങൾ പറഞ്ഞത്.